ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ മോർണിംഗ് സെഷൻ ആയിരുന്നിട്ടോ, റണ്ണിങ് ആയിരുന്നു, ജോഗിങ്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ ആയിക്കോട്ടോ. ഇപ്പോൾ ചീപ്പുഞ്ചിറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ബാക്കിൽ പോയ ഫ്രഷ് എയർ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ. സോ ഒരു 3 കിലോമീറ്ററാണ് ഞാൻ ഓടിയത്. പണ്ടത്തെ പോലെ പറ്റുന്നില്ല, കാരണം ഈ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്ത് ഭയങ്കര വേദന ഓടുമ്പോൾ. അതുകൊണ്ട് സ്ലോ റണ്ണാണ് ചെയ്തത്. ഫാസ്റ്റ് റണ്ണ് സ്പ്രിൻ്റ് ഓടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ആൻഡ് ഇതുവരെ ഞാൻ എത്തിച്ചു. ഇനിയും ഒന്നുകൂടി ഓടിയാൽ മാത്രമേ സെറ്റാവുള്ളൂ. ഇത് വലിയ എന്നിട്ട് പറയാ, ഇപ്പോൾ തുടങ്ങാല്ലേ നമുക്ക്. രാവിലെ തന്നെ നേരത്തെ എനിക്ക് ഞാൻ ചീപ്പുഞ്ചിറയ്ക്ക് 3 കിലോമീറ്റർ ഉണ്ട്. അതൊരു അത്യാവശ്യം ഒരു സ്റ്റഡി റണ്ണിൽ ഓടി. ആൻഡ് ചീപ്പുഞ്ചിറയിലെത്തി. നൈസ് വ്യൂ അല്ലേ, അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയും. അതൊക്കെ ഓടി വന്നു. അപ്പോൾ മൈൻഡ് വന്നിട്ട് ഇത് കാണുമ്പോൾ അത്യാവശ്യം നല്ല രസമുണ്ട്. ഇവിടെ വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഇതിലൊരു ബോട്ടിൽ കയറി ഇതിലൂടെ തുഴഞ്ഞു പോയാലോ ഞാൻ ആലോചിച്ചു. പക്ഷേ എല്ലാവൻ്റെയും ബോട്ടാണ്, മീൻ പിടിക്കാൻ വരുന്ന ആൾക്കാരും ബോട്ടാണ്. വേറെ പാമ്പ് പാമ്പ് കൈസ്, പാമ്പ് കണ്ട, പാമ്പാണ് പോണത് കണ്ട. പാമ്പ് പോയോ? പാമ്പ് എവിടെ? പാമ്പ് പോയി ഗൈസ്. പാമ്പ് പോയി ഗൈസ്. ഞാൻ പാമ്പിനെ കാണുന്ന വിചാരിച്ചു വന്നത്, പക്ഷേ എൻ്റെ ആ പാലത്തിൻ്റെ ഇടയിൽ എവിടെയൊക്കെ കയറിപ്പോയിട്ടുണ്ട് മൂപ്പരാൾ. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് തോണിയൊക്കെ എടുത്ത് തുഴഞ്ഞ് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വല്ല ആൾക്കാരെ തോണി എടുത്തിട്ട് അവസാനം വല്ല അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ പണിയോ. എന്തായാലും ഇൻഷാല്ലാ ഞാൻ എന്തായാലും ഒരു ബോട്ടിങ് ചെയ്യും. ഇവിടെ അതിനൊരു തോണി കിട്ടണം. അതിന് അറിയാത്ത ആൾക്കാരോട് ചോദിച്ചിട്ട് കാര്യം മാത്രമല്ല, ഞാൻ എനിക്ക് തോണി തുഴയാനും മര്യാദക്കറിയില്ല. അപ്പോൾ ഞാൻ ആ ഐഡിയ അവിടെ വെച്ച് നിർത്തി. പക്ഷേ തുഴയും ഞാൻ എന്തായാലും. നൈസ് വ്യൂ. അങ്ങനെ ഞാൻ ഷാഡോ ബോക്സ് ചെയ്തു. 3 മിനിറ്റിലും 3 റൗണ്ട് ഞാൻ ഷാഡോ ബോക്സ് ചെയ്തു.
ഒരു ഫൈറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു എക്സസൈസും റൊട്ടീനാണ് കേട്ടോ ഷാഡോ ബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാഡോ ബോക്സ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫുട് വർക്ക്, റിതം, അതുപോലെ കോമ്പിനേഷൻ, പഞ്ചിങ്, ഹെഡ് മൂവ്മെൻറ്റ്, ബോഡി മൂവ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് ട്രെയിൻ ചെയ്യാൻ കഴിയും. ഷാഡോ ബോക്സിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ചീപ്പുംചേരാന്ന് ഞാനിപ്പോൾ ഇറങ്ങണ്ട ഇവിടെ നിന്ന്. ഇവരെ നേരെ ഞാൻ വീട്ടിലേക്ക് റൺ ചെയ്യാണ്. ഇപ്പോൾ ഒരു 6 കിലോമീറ്റർ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ സെഷൻ എന്ന് വെച്ചാൽ ഇവിടം വരെ ഓടി വരാം. വണ്ടി കുറച്ച് നേരം ഇവിടെ ഞാൻ ഇത് വാമ്പും പിന്നെ ഷാഡോ ബോക്സൊക്കെ ചെയ്ത് നേരെ തിരിച്ചു ഓടണം ഞാൻ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ വ്ളോഗ് എടുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എനിക്കൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മ ലേറ്റായി കിടന്ന് തുടങ്ങിയിട്ട് കാര്യമില്ല. നേരത്തെ കാര്യം ചെയ്ത് നേരത്തെ കിടന്നു തുടങ്ങണം. ഇവിടെ ജയിക്കുന്നത് സത്യം പറഞ്ഞാൽ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മ എത്ര പെട്ടെന്നല്ല എത്ര പെർഫെക്റ്റായി ചെയ്യുന്നു എന്നതിലല്ല, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എത്തിക്കുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ എത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അത്ര പെട്ടെന്ന് സക്സസ് എത്തും. ചിലരൊക്കെ ഉണ്ട്, പക്ഷേ ചിലടത്ത് പെട്ടെന്ന് നമ്മൾ പ്രഷർ എടുത്ത് ഫാസ്റ്റായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും നമ്മൾ ചില സമയത്ത് ചെയ്യാവാറില്ല. പക്ഷേ അത് കൺസിസ്റ്റൻ്റായി ചെയ്യാം. ഗോളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തന്നെ മുന്നോട്ട് പോവുക. ഒരു ഗോളുണ്ടായാൽ മതി, അത് കിട്ടുമോ ഇല്ലയോ ഒന്നും ബേജാടിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക. നമ്മൾ ചെയ്ത വർക്കിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ മുന്നോട്ട് പോകുമോ? ലെറ്റ്സ് ഗോ. അപ്പോൾ എന്താ പറയുക, ചീപ്പുംചിറയിൽ നേരെ പറഞ്ഞ പള്ളിയാണ്. ഇതപ്പോൾ കോൺഫറൻസ് ഇവിടെത്താറ്. അപ്പോൾ ഫൈനലി ഒരു 3 മൈൽ ഞാൻ ഓടിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലെ തിരിച്ച് മിക കാരണം 8 and 10 കണ്ടീഷനിങ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ റണ്ണിങ് സെഷൻ അവസാനിച്ചു. ഞാൻ ഓടിയത് എത്രയെന്ന് വെച്ചാൽ 4.48 മൈലാണ്, അതായത് 7 കിലോമീറ്റർ, 7.21 കിലോമീറ്റേഴ്സ്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് സത്യം പറഞ്ഞാൽ അതൊക്കെ കായൊക്കെ നനയ്ക്കാൻ പറ്റില്ല. ലാസ്റ്റ് കോണത്തൂന്ന് എത്തിയപ്പോഴത്തേക്കും ഓടാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ഈ കുറേ നാളെ ഞാൻ ഓടിയിട്ട്. അപ്പോൾ പണ്ടെങ്ങാണ്ട് ഓടിയതാണ്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് കാലത്തിന് ശേഷം ഞാൻ ഓടാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ 7 കിലോമീറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതായത് 3 കിലോമീറ്റർ അങ്ങോട്ടും, അതുപോലെ തന്നെ 3.5 കിലോമീറ്റർ ചീപ്പുംചിറയും, അതുപോലെ തന്നെ 3.5 കിലോമീറ്റർ ഇങ്ങോട്ടും. അപ്പോൾ മാക്സിമം പറ്റാവുന്ന സ്പീഡിൽ ഓടി. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ പണ്ടത്തെ പോലെ ആ ഒരു സ്റ്റഡി റണ്ണിങ് കിട്ടണില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടയർഡാവുന്നു. കുറച്ച് എന്നിട്ട് കരുപ്പെടുന്ന പള്ളിയുടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാല് വയ്ക്കാൻ തുടങ്ങി. സോ ഇതിന് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് ഉണ്ടാക്കി കിട്ടണം. മാത്രമല്ല, ഈ 7 കിലോമീറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് 1.5 മണിക്കൂർ എടുത്തിട്ടാണ്. അതിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റൊക്കെ ഞാൻ ചീപ്പുംചിറ ഭാഗത്ത് കുറച്ച് നേരം നടന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ആയതാണ്. അപ്പോൾ 20 കിലോമീറ്ററാണ് പേസ് പറയണത്. പക്ഷെ നമ്മൾ സ്റ്റഡി റണ്ണിൽ ഓടുമ്പോൾ നമ്മൾ ഇത് നോക്കാണ്ട് നേരെ ഓടിയാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഇനി ഗുഡ്, കുഴപ്പമില്ല, പക്ഷേ ഇമ്പ്രൂവ് ആക്കാണ്ട് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ജിമ്മിൽ കയറിയിട്ട് ജിമ്മിൽ കയറണോ? അയ്യോ വേണം, ജിമ്മിൽ കയറി കമാ സ്കോ ഹാർഡ് വർക്ക്. വയ്യാണ്ടായെന്ന് അറിയാം. പക്ഷെ നോക്കി ഇതിനി പിഴിഞ്ഞാൽ നിറച്ച് വെള്ളം കിട്ടും. ജിമ്മിൽ കയറിയിട്ട് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിക്കും.
രാവിലെ തന്നെ ഞാൻ കാര്യം കാണിച്ചിട്ടുണ്ട്. വേർപ്പാണ് ജാക്കറ്റിലുള്ള. അങ്ങനെ മോർണിംഗിലത്തെ റണ്ണിങ് കഴിഞ്ഞിട്ട് നേരെ ജിമ്മിൽ കയറിയിട്ടു. ജിമ്മിൽ കയറിയിട്ട് ഞാൻ ഫുൾ പുഷ് വർക്കൗട്ട് കളയുന്നു. ചെസ്റ്റ് പ്രസ്, അതുപോലെ തന്നെ ലാൻഡ് മൈൻ പ്രസ്സുകൾ, ഡബിൾ പ്രസ്, ബെഞ്ച് പ്രസ്. അതിനുശേഷം ഡിപ്സ് ഇല്ലേ, ഡിപ്സ് ഞാൻ 20 കിലോ വെച്ചിട്ട് വെയിറ്റ് വെച്ച് ഞാൻ അടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.